കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാമത് വാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാമത് വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ വളരെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായി 2016 അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിലും വിവിധ പരിശോധനകൾ നടത്തി, പഠനങ്ങൾ നടത്തി, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഘട്ടമായി കൊടുത്തു, വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു, ഭക്ഷണം അവർക്ക് എത്തിക്കാൻ കഴിയുന്ന സഹായങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ അവർക്ക് കൊടുത്തു, അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഘട്ടഘട്ടമായി ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തതിൻ്റെ ഭാഗമാണ് 64,006 പേർ അതിദാരിദ്ര്യരുടെ പട്ടികയിലുണ്ട് എന്ന് ഗവൺമെന്റ് കണ്ടെത്തിയത്. അവരെ പൂർണ്ണമായും വിമുക്തമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം. അവരെ വിമുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നതാണ്. ലോകത്ത് അതിദാരിദ്ര്യം വിമുക്തമാക്കിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ പിന്നീട് വിയറ്റ്നാമാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമേ ലോകത്ത് അതിദരിദ്ര വിഭാഗമില്ലാത്ത രാജ്യത്തിന്റെ പട്ടികയിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞുള്ളൂ എന്നതാണ്. പിന്നീട് മൂന്നാമത് ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ലോകത്ത് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. CDS ചെയർപേഴ്സൺ പ്രീജ ഹരീഷ് അധ്യക്ഷയായി. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ സംഘടന ഇന്ന് ലോകത്തിന് മാതൃകയാണ്. ഉദ്ഘാടന പ്രസംഗം പറഞ്ഞു കഴിഞ്ഞു. ലോകത്തിന് മാതൃകയാണ്. ആലപ്പുഴയിലെ കുടുംബശ്രീ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ തുടങ്ങിയ ഒരു സംരംഭം ലോക ശ്രദ്ധയാകർഷിച്ച് ഡെൻമാർക്കിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഇവിടെ വന്ന് പഠനം നടത്തി ആലപ്പുഴയിൽ നിന്ന് 1000-ലധികം ആളുകളെ തെരഞ്ഞെടുത്ത് ഡെൻമാർക്കിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് വലിയ തൊഴിലവസരമാണ്. എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അതിന്റെ വിപണനവും ഒക്കെ നല്ല ബ്രാൻഡിൽ നടത്തിക്കൊണ്ട് ഒരു തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ നമ്മുടെ വനിതകൾക്ക് ഈ കിട്ടുന്നത് കൂടാതെ ഉള്ള ഒരു അധിക വരുമാനമായിട്ട് അതിനെ കാണുവാൻ നമുക്ക് മുന്നോട്ട് വരണം. അതുകൂടിയാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. മികച്ച ME യൂണിറ്റിനെ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D. അംബുജാക്ഷിയും മികച്ച കുടുംബശ്രീ ക്ഷീര കർഷകരെ ജില്ലാ പഞ്ചായത്ത് അംഗം ലിഷ അനുപ്രസാദും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ഷൈനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കോലത്ത് ബാബു, A. അജിത്ത്, രമ്യ ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീനി, CGV ശശി, കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. സുരേന്ദ്രബാബു, അഡ്വക്കേറ്റ് N. രാജഗോപാൽ, T. ബിന്ദു, B. അശ്വതി, J. പൊന്നി, K. രാഹുൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി A. സുധീർ, അസിസ്റ്റന്റ് സെക്രട്ടറി രാജഗോപാൽ, CDS വൈസ് ചെയർപേഴ്സൺ ശ്രീകുമാരി, CDS മെമ്പർ സെക്രട്ടറി B. രാജഗോപാൽ, CDS അക്കൗണ്ടന്റ് KR സിന്ധു എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ അംഗങ്ങളായിരുന്ന ജനപ്രതിനിധികളെയും വായ്പ, സമ്പാദ്യം, തിരിച്ചടവ് എന്നിവയ്ക്ക് മാതൃകയായ കുടുംബശ്രീ യൂണിറ്റുകളെയും മികച്ച കുടുംബശ്രീ ക്ഷീര കർഷകരെയും മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെയും ഹരിത കർമ്മസേന അംഗങ്ങളെയും മികച്ച ബാലസഭാ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മാടമ്പിൽ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിലേക്ക് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. തുടർന്ന് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. CDNet ന്യൂസ്, കായംകുളം.